യു.ഡി.എഫിൻ്റെ കുത്തക മണ്ഡലമാണ് കാസർഗോഡ്. കഴിഞ്ഞ 37 വർഷമായി യു.ഡി.എഫിനെ മാത്രം തുണച്ചിട്ടുള്ള ചരിത്രമാണ് മണ്ഡലത്തിനുള്ളത്. 1982 മുതൽ തുടർച്ചയായി ബി.ജെ.പിയാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത്. കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കാലം മുതലേ കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. സി.ടി. അഹമ്മദ് അലി തുടർച്ചയായി 29 വർഷമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. കഴിഞ്ഞ തവണ INL വിട്ടുവന്ന N.A. നെല്ലിക്കുന്നിനെയാണ് മുസ്ലിം ലീഗ് രംഗത്തിറക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലുണ്ടായ മേൽക്കോയ്മ തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ അതിനനുസൃതമായ വികസനം കൊണ്ടുപോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞ മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റവും BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കുത്തക തകർത്തുകൊണ്ട് ഇവിടെ BJP നല്ല ഭൂരിപക്ഷത്തോടെ കംഫർട്ടബിൾ മെജോറിറ്റിയോടെ കൂടിയിട്ട് വിജയിക്കും എന്നുള്ളതാണ്. സിറ്റിംഗ് MLA N.A. നെല്ലിക്കുന്നിന് പുറമെ മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ എന്നിവരാണ് മുസ്ലിം ലീഗിൽ കാസർഗോഡ് സീറ്റിനായി രംഗത്തുള്ള പ്രമുഖർ. മണ്ഡലത്തിൽ നേരിടുന്ന പ്രധാന പ്രശ്നം കുടിവെള്ളമാണ്. ബാവിക്കരയിൽ നിന്ന് പ്രദേശത്തേക്കെത്തുന്ന കുടിവെള്ളത്തിൽ ഉപ്പ് കലരുന്നതിനാൽ പലപ്പോഴും കുടിവെള്ളം പോലും മുട്ടുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരമെന്ന നിലയിൽ ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥിരം തടയണ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. BJPയുടെ ശക്തമായ സാന്നിധ്യം തന്നെയായിരിക്കും മണ്ഡലത്തെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കുന്നത്. 3.5 പതിറ്റാണ്ടായി മുസ്ലിം ലീഗ് കൈവശം വെച്ചു പോരുന്ന കുത്തക മണ്ഡലം നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടം തന്നെ. എന്നാൽ മണ്ഡലത്തിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങൾ തെല്ലൊന്നുമല്ല മുന്നണിയെ അലട്ടുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ.